നമസ്കാരം പ്രിയപ്പെട്ടവരെ. UDF അധികാരം ഉറപ്പിച്ചിരിക്കുന്നു. LDF അധികാരത്തിൽ നിന്നും ഒഴിഞ്ഞുപോയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഞാനായിരിക്കും. കാരണം ഈ ഭരണത്തിന് ഏറ്റവും അധികം ദുരനുഭവം നേരിട്ട വ്യക്തി ഞാനാണ്. ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്ന മൗലികാവകാശമായ അഭിപ്രായ സ്വാതന്ത്ര്യം നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നതിൻ്റെ പേരിൽ എന്നെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ഈ സർക്കാരും ഈ പാർട്ടിയും നടത്തിയ ശ്രമങ്ങൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പിണറായിയുടെ മൂന്നാം ഭരണമുണ്ടായാൽ മാധ്യമ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ചേക്കും എന്ന് ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ടിരുന്നു. വെറുതെ ഇട്ടതല്ല, ഇന്നലെ കിടന്നപ്പോൾ ഉറക്കം വരാതിരുന്നതുകൊണ്ട് ഇട്ടതാണ്. പിണറായി ഒരിക്കൽ കൂടി ഭരണത്തിൽ വന്നാൽ ഞാൻ പറയുന്നത് ജനം മനസ്സിലാക്കുന്നില്ല, ഞാൻ പരാജയപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്ന് സമ്മതിച്ച് ഈ പണി അവസാനിപ്പിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ദൈവം എൻ്റെ കൂടെയായിരുന്നു, സത്യത്തിൻ്റെ കൂടെയായിരുന്നു. ഒടുവിൽ ഇതാ പിണറായി ഇറങ്ങിപ്പോകുന്നു. ധർമ്മടത്തെ ആഡംബര വീട്ടിൽ മുറിയടച്ചിരുന്ന് പിണറായി ഇപ്പോൾ TV തല്ലിപ്പൊട്ടിക്കായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിങ്ങിക്കരയാനോ മനസ്താപിക്കാനോ ഉള്ള മനസ്സ് പിണറായിക്ക് ഇല്ലാത്തത് കൊണ്ട് അത് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതുവരെ അന്തിമ ഫലം പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, ഏറ്റവും കുറഞ്ഞത് 90-95 സീറ്റ് UDF നേടും. ആ 90-95 സീറ്റ് ഒരുപക്ഷെ 100 കടക്കാനും സാധ്യതയുണ്ട്. ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ മാത്രമായിരുന്നു. ഞങ്ങളുടെ എക്സിറ്റ് പോളിൽ 99 സീറ്റ് വരെയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഏറ്റവും കുറഞ്ഞത് 80 സീറ്റെന്ന്. ഇങ്ങനെ പറയാൻ ആരുമുണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ പറഞ്ഞത് ഞങ്ങൾ എന്തെങ്കിലും ശാസ്ത്രീയ യന്ത്രം വെച്ച് പരിശോധിച്ചത് കൊണ്ടല്ല, ജനഹൃദയങ്ങളുടെ മിടിപ്പ് ഞങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഈ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക്, മാധ്യമ പ്രവർത്തകർക്ക്, രാഷ്ട്രീയക്കാർക്കൊന്നും എന്തുകൊണ്ട് ആ തിരിച്ചറിവ്, ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് അത്ഭുതത്തോടെ സ്വയം ചോദിക്കുകയാണ് ഞങ്ങൾ. എന്തായാലും ഈ ദുർഭരണം അവസാനിച്ചിരിക്കുന്നു എന്നതിൽ വലിയ സന്തോഷം കേരളീയ സമൂഹത്തിനൊപ്പം ഞങ്ങൾക്കുമുണ്ട്. ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് 60-ന് മുകളിൽ സീറ്റ് കിട്ടും, ലീഗിന് 20-ന് മുകളിലും. ഇതിലേറ്റവും ശ്രദ്ധേയമായ വിജയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെതാണ്. ജോസഫിന് കഴിഞ്ഞ തവണ 10 സീറ്റ് കൊടുത്ത കോൺഗ്രസ് 2 സീറ്റ് തിരിച്ചു മേടിച്ച് 8 സീറ്റിൽ ഒതുക്കി. ആ 8 സീറ്റിൽ 7 സീറ്റിലും അവർ വിജയിച്ചു. 8ാമത്തെ സീറ്റ് കാഞ്ഞങ്ങാടാണ്, CPIയുടെ കുത്തക. ഒരിക്കലും കേരള കോൺഗ്രസ്സുകാർ പോലും പ്രതീക്ഷിച്ചില്ല ആ സീറ്റിൽ ജയിക്കുമെന്ന്. 8ൽ 7 സീറ്റിലും ജയിക്കും ഉറപ്പാണെന്ന് PJ ജോസഫിന്റെ മകൻ അപ്പു ജോസഫിനെ ഞാൻ ടെലിഫോണിൽ വിളിച്ചു പറഞ്ഞത് അദ്ദേഹം നിഷേധിക്കുമെന്ന് കരുതുന്നില്ല. അതായിരുന്നു ജനങ്ങളുടെ പൾസ്. അതെല്ലാ റിപ്പോർട്ടിലും ഞങ്ങൾ സൂചിപ്പിക്കുമായിരുന്നു. ഇപ്പോഴിതാ 7 സീറ്റിലെയും വിജയം കേരള കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുന്നു. ഇവിടെ സങ്കടത്തോടെ കാണേണ്ട ഒരു കാര്യം, കേരള കോൺഗ്രസിലെ അണികൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് മാണി വിഭാഗത്തിലാണ്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ KM മാണിയുടെ പിന്തുടർച്ചയാണ്. ജോസഫൊക്കെ അതിൻ്റെ ഭാഗമായതാണ് പിന്നീട്. ആ മാണി വിഭാഗത്തിനൊപ്പമാണ് കേരള കോൺഗ്രസ് അണികൾ. പക്ഷേ അണികളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി, ജനവിരുദ്ധമായ ഒരു പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായ ജോസ് കെ മാണിക്ക് കിട്ടിയ തിരിച്ചടിയാണ്. അവർ മത്സരിച്ച 12 സീറ്റിലും തോൽക്കുമെന്ന സാഹചര്യമാണ്. ജോസ് കെ മാണി പോലും തോറ്റേക്കും. പാലായിൽ ജോസ് കെ മാണി 2ാം തവണ തോറ്റാൽ KM മാണിയുടെ ലെഗസിയാണ് ഇല്ലാതാകുന്നത്. ഇനി ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള ധൈര്യം ജോസ് കെ മാണിക്ക് ഉണ്ടാവുമോ? ജോസ് കെ മാണിയുടെ പാർട്ടിയെ നിലനിർത്താൻ ജോസ് കെ മാണിക്ക് കഴിയുമോ? കണ്ടറിയേണ്ടതാണ്. ആകെ ഉണ്ടായിരുന്ന MP സ്ഥാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുത്തി. ഇപ്പോഴിതാ സകല MLA മാരും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതേസമയം ജോസഫ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മകന് വേണ്ടി സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത് മാതൃകയായി 8ൽ 7 സീറ്റിലും നേടി സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ തവണയും അതിനു മുമ്പത്തെ തവണയും സമ്പൂർണ്ണമായി ജനങ്ങൾ തൂത്തെറിഞ്ഞിട്ടും വാശിയും വീറും വിടാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ RSP തിരിച്ചു വന്നിരിക്കുന്നു. ബേബി ജോണിനോടും പ്രേമചന്ദ്രനോടും ഒക്കെ വ്യക്തിപരമായി അടുപ്പമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അവർ നേരിട്ട പ്രതിസന്ധി കൃത്യമായി തിരിച്ചറിഞ്ഞതാണ്. 3ഇടത്താണ് അവർ വിജയം കൈവരിക്കുന്നത്. വർഗീയ പാർട്ടി എന്ന നിലയിൽ ലീഗിനെ ചാപ്പകുത്തുമ്പോഴും ഈ സമൂഹത്തിന് ഒരുപാട് മാതൃകകൾ നൽകുന്ന ലീഗ് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഗ്രൂപ്പ് വൈരത്തിൻ്റെയും ഭിന്നതയുടെയും പേരിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നവർ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്തു. ഇത്തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത CPM-കാർ ആ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തു എന്നതാണ്. നോക്കൂ, 65,000-ലധികം വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ ശൈലജ ടീച്ചർ ജയിച്ച മട്ടന്നൂരിൽ കഷ്ടി ജയിച്ചാലായി CPM-ന്റെ സ്ഥാനാർത്ഥി. മട്ടന്നൂരിൽ പാർട്ടിയുടെ വോട്ട് ഒലിച്ചു പോകണമെങ്കിൽ, ധർമ്മടത്ത് പിണറായി വിജയൻ ഇപ്പോഴും തോൽവിയുടെ വക്കിൽ നിൽക്കണമെങ്കിൽ ആരാണ് അവരെ തോൽപ്പിച്ചത്? മുസ്ലിം ന്യൂനപക്ഷ ധ്രുവീകരണം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടി പിണറായി വിജയൻ ഹൈജാക്ക് ചെയ്ത്
തൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ മാത്രം സാധിച്ചെടുക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കിയപ്പോൾ പാർട്ടിക്കാർ തന്നെ തള്ളിപ്പറഞ്ഞു. ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസൽമാനും തള്ളിപ്പറഞ്ഞു. മുസ്ലിം ന്യൂനപക്ഷത്തെ മാത്രം പറയരുത്, മലപ്പുറത്തും മുസ്ലിം സ്വാധീനമുള്ള മണ്ഡലങ്ങളിലും അല്ല, ക്രൈസ്തവ മേഖലകളിലും CPIM-ഉം LDF-ഉം അടിമുടി തകർന്നുപോയി. ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥികൾ തോറ്റത് അവരുടെ നേതാക്കളെ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, പിണറായിയുടെ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നതിനാണ്. പിണറായി എന്ന മനുഷ്യവിരുദ്ധനായ, ജനാധിപത്യ വിരോധിയായ, സ്വാർത്ഥനായ, നികൃഷ്ടനായ നേതാവ് ഈ പാർട്ടിയെയും ഈ നാടിനെയും നശിപ്പിച്ചു. ജനങ്ങൾ വിമോചനത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു. ആ വിമോചന പ്രക്രിയ ഒടുവിൽ പിണറായി വിജയൻ തന്നെ സ്വന്തമായി നടപ്പിലാക്കി കൊടുത്തു. ആദ്യമൊക്കെ പിണറായിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും ആഡംബര ജീവിതവും മടുത്തിരുന്ന ജനത്തിന് മുമ്പിലേക്ക് ഇമേജ് മാറ്റാൻ വേണ്ടി നമ്മുടെ ഖജനാവിലെ കോടികൾ വാരിയെറിഞ്ഞ് ദൂർത്തടിച്ചുകൊണ്ട് സൽപുത്രനാവാൻ ശ്രമിച്ചു. നാടുനീളം നിരന്ന കോടികൾ മുടക്കിയ പിണറായിയുടെ ഫ്ലെക്സ് ബോർഡുകൾ വാസ്തവത്തിൽ CPM-ന് തിരിച്ചടിയായി. ആ ചിത്രങ്ങൾ കാണുന്നവർ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യാത്ത അവസ്ഥയുണ്ടായി. ഇത് തിരിച്ചറിയാത്തത് പിണറായി മാത്രമായിരുന്നു. ഒടുവിൽ ആ ജനങ്ങളുടെ മുഖത്ത് നോക്കി പിണറായി പറഞ്ഞു, വീട്ടിൽ പോയി ചോദിക്കട എന്ന്. ആലോചിച്ചു നോക്കൂ, ഒരു മുഖ്യമന്ത്രി, ഒരു തൊഴിലാളി വർഗീയ പാർട്ടിയുടെ നേതാവ്, ഒരു ജനപ്രതിനിധി തന്റെ അവസ്ഥ മറന്നുകൊണ്ട് തന്റെ പാർട്ടിക്കാരിൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടിയാണ് വീട്ടിൽ പോയി ചോദിക്കുമെന്ന്. എന്നിട്ട് മതിയായില്ല പിണറായിക്ക്. തൊട്ട അയൽപക്കത്തെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇവിടെ ഒന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു സിനിമ ഡയലോഗ് അടിച്ചത് ഇഷ്ടപ്പെട്ടില്ല. പകരം ആ മന്ത്രിയെ ഡാഷ് മോനെ എന്ന് വിളിച്ച് അപമാനിച്ചു. ആ പിണറായിയോട് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു, വീട്ടിൽ പോയി ചോദിക്കട ഡാഷ് മോനെ എന്ന്. അതെ, പിണറായിക്ക് കിട്ടിയിരിക്കുന്നത് ജനങ്ങളെ വെല്ലുവിളിച്ചതിന്റെ തിരിച്ചടിയാണ്, ജനങ്ങളെ അപമാനിച്ചതിന്റെ തിരിച്ചടിയാണ്, ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും പരകോടിയിലെത്തിയതിന്റെ തിരിച്ചടിയാണ്. പിണറായിക്ക് തിരിച്ചടി നൽകിയിരിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, പിണറായിക്ക് തിരിച്ചടി നൽകിയിരിക്കുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല, പിണറായിക്ക് തിരിച്ചടി നൽകിയിരിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഈ സമൂഹമാണ്. അവർ ജാതിയും മതവും നോക്കിയില്ല. അവരുടെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ പിണറായിയുടെ അഹങ്കാരവും ധാർഷ്ട്യവും ഏതറ്റം വരെ പോകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വീട്ടിൽ പോയിരിക്കട ഡാഷ് മോനെ എന്ന്. ഇനിയെങ്കിലും മര്യാദ പഠിക്കുക, ഇനിയെങ്കിലും എളിമയുള്ളവനാവുക. ഈ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചതിന്, വഞ്ചിച്ചതിന്, നുണ പറഞ്ഞതിന്, ദൂർത്തടിച്ചതിന്, ഈ നാട്ടുകാരുടെ ചെലവിൽ ആഡംബര ജീവിതം നയിച്ച് ജനത്തെ പരിഹസിച്ചതിന് ഇനിയെങ്കിലും ഒന്ന് ഖേദം പ്രകടിപ്പിക്കുക.